ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അൺസ്റ്റേബിൾ ആയിട്ടുള്ള എക്കോണമിയിൽ താമസിക്കണോ അതോ സ്റ്റേബിൾ ആയിട്ടുള്ള എക്കോണമിയിൽ താമസിക്കണോ? ഇത് ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ US ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആയി. അവിടുത്തെ കുറേ ആൾക്കാർക്ക് അൺഎംപ്ലോയ്മെൻ്റ് ആയി, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ സാലറീസ് പെയ്ഡ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് നല്ലൊരു ലൈഫ് സ്റ്റൈലും ഹാപ്പിയായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ദുബായ് ആണ് നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷൻ. കാരണം എന്ന് പറഞ്ഞാൽ ദുബായ് ഈസ് ദ വേൾഡ് സേഫസ്റ്റ് സിറ്റി. അത് മാത്രമല്ല ഇവിടുത്തെ എക്കോണമി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റേബിളാണ്. ഇപ്പോൾ നിങ്ങളൊരു ലാർജ് ഫാമിലിയാണ്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം താമസിക്കാനുള്ള ഇപ്പം അപ്പാർട്ട്മെൻറ്റ്സ് അല്ല നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ടൗൺ ഹൗസസും വില്ലാസും ഇവിടെ അവൈലബിൾ ആണ്. അത് ദുബായുടെ തന്നെ Tier 1 ഡെവലപ്പർ കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ ഒറ്റയടിക്ക് വലിയ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും അടയ്ക്കേണ്ട. നിങ്ങൾക്ക് 4 വർഷത്തെ പേയ്മെൻറ്റ് പ്ലാനാണ് കിട്ടുന്നത്. വൺസ് നിങ്ങൾ 24% അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾഡൻ വിസ കിട്ടും. അതുവഴി നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്കല്ല നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇപ്പോൾ മെയ്ഡിനെ സ്പോൺസർ ചെയ്യണം, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് തന്നെ പറ്റും. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് മന്ത്ലി 1% മാത്രം നിങ്ങൾക്ക് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് നാട്ടിലെ കണക്കത്തൊരു വീട്, അതൊരു 4 ബെഡ്റൂം ടൗൺ ഹൗസ് മാത്രമല്ല 5 ബെഡ്റൂം ടൗൺ ഹൗസ് ഉണ്ട്, വില്ലാസ് അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങൾ ദുബായിലോട്ട് വരിക. നിങ്ങൾക്ക് വേണ്ടി എല്ലാ ഹെൽപ്പും സപ്പോർട്ടും ഞാൻ ചെയ്തു തരും. എൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്ട് ചെയ്താൽ മതി.